ആദരണീയരായ സഹോദരങ്ങളെ, ഫെബ്രുവരി മാസം 13-ാം തീയതി UAE ജുമുഅ ഖുത്ബ അല്ലാഹുമ്മ ബല്ലിഗ്ന റമദാൻ, അല്ലാഹുവേ ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണമേ എന്ന പ്രാർത്ഥനയാണ് പ്രമേയമായി അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ, അവനെ വഴിപ്പെടുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നോമ്പിന്റെ ഏറ്റവും മഹത്തരമായ ലക്ഷ്യങ്ങളിലൊന്ന് നാം തഖ്വയുള്ളവരാവുക എന്നതാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കെന്നതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിനു വേണ്ടി. സത്യവിശ്വാസികളെ, വിശുദ്ധ റമദാനിന്റെ സന്തോഷവാർത്ത ആഗതമായിരിക്കുകയാണ്. വിശുദ്ധ റമദാനിന്റെ സുന്ദരമായ ഇളം കാറ്റ് നമ്മെ തഴുകിയെത്തുകയാണ്. ഔദാര്യത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആകാശത്തുനിന്ന് വരുന്ന ഒരു വിളി ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മയാഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക. സത്യവിശ്വാസികളോട് ആത്മാർത്ഥമായി അല്ലാഹുവിലേക്കു കടന്നു ചെല്ലുവാനും റമദാനിനെ നന്നായി സ്വീകരിക്കുവാനും റമദാനിനു വേണ്ടി സമ്പൂർണമായി തയ്യാറാകുവാനും ഒരുങ്ങുവാനുമാണ് ഇവിടെ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നാം ആവേശപൂർവം മുന്നോട്ടു പോവുക. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗം കടന്നുവരിക. വിശുദ്ധ റമദാൻ പാപമോചനത്തിന്റെ മാസമാണ്. വിശ്വാസികളുടെ ഹൃദയം ആ സന്ദർഭം കാത്തിരിക്കുകയാണ്. അത് വന്നെത്താൻ അടിമകളുടെ മനസ്സാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ മാസം അള്ളാഹുവിന്റെ പള്ളികൾ അള്ളാഹുവിനെ ആരാധിക്കുവാനായി വന്നെത്തുന്നവരാൽ നിറഞ്ഞ് സമ്പന്നമാകും. മാത്രമല്ല, ആ ദിവസങ്ങളിൽ ആകാശത്തുനിന്ന് മലക്കുകൾ ജനങ്ങൾ നിസ്കരിക്കുന്ന സ്വഫുകളിലേക്ക് എത്തി നോക്കും. ഫല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഖൈറാത്ത്, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് നന്മകൾ ചോദിക്കുന്നു. വിശുദ്ധ റമദാൻ തറാവീഹിന്റെയും രാത്രിയിലെ നീണ്ട നിസ്കാരങ്ങളുടെയും മാസമാണ്. അല്ലാഹുവിനെ സ്മരിക്കുവാനും ധാരാളമായി തസ്ബീഹ് ചൊല്ലുവാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനുമുള്ള സന്ദർഭമാണ്. ഫല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്, അല്ലാഹുവേ നിന്നെ നന്നായി ആരാധിക്കുവാനും സ്മരിക്കുവാനും നിന്നോട് കൃതജ്ഞത കാണിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. വിശുദ്ധ റമദാൻ പ്രതീക്ഷയുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സന്ദർഭമാണ്. ആ മാസത്തിൽ അടിമകളുടെ കരങ്ങൾ അല്ലാഹുവിലേക്ക് പ്രാർത്ഥനാപൂർവം ഉയരുകയാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം ഞങ്ങളെയും സന്മാർഗത്തിലാക്കണമേ. ആ സമയത്ത് ഒരു പ്രാർത്ഥനയെയും അല്ലാഹു തള്ളിക്കളയുകയില്ല. തന്റെ വാതിലിൽ വന്ന ഒരാളെയും അല്ലാഹു തിരിച്ചയക്കുകയില്ല. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ലില്ലാഹി ഉതഖാഅ ഫീ കുല്ലി യൗമിൻ വലൈല, ഓരോ രാവിലും പകലിലും അല്ലാഹുവിന് നരകമോചനം നൽകുന്ന ധാരാളം ആളുകളുണ്ട്. ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ, ഓരോ അടിമയ്ക്കും അന്ന് തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുമുണ്ട്. വിശുദ്ധ റമദാൻ അല്ലാഹു തന്റെ അടിമകൾക്ക് ഓശാരമായി ധാരാളമായി പ്രതിഫലം നൽകുന്ന സമയമാണ്. അതുകൊണ്ട് പ്രവാചകർ പറയുന്ന ഈ ഹദീസ് നാം ഹൃദയം കൊണ്ടു കേൾക്കുക. കുല്ലു അമരി ബിനി ആദമ യുളാഅഫ് അൽ ഹസനതു അശ്റു അംസാലിഹ ഇലാ 700 ളഅഫിൻ ഖാല അല്ലാഹു അസ്സ വജൽ ഇല്ല الصوم فإنه لي وأنا أجزي به. മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങൾക്കും ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടും. ഓരോ നന്മയ്ക്കും അതിന്റെ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടും. അതേ സമയത്തു തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നോമ്പൊഴികെ, കാരണം നോമ്പ് എനിക്കുള്ളതാണ്, അതിന് സവിശേഷമായ പ്രതിഫലം നൽകുന്നത് ഞാനാണ്. ഈ ഹദീസിന്റെ അർത്ഥം, നോമ്പിന് അല്ലാഹു നൽകാനിരിക്കുന്ന പ്രതിഫലത്തിന് എണ്ണമോ കണക്കോ ഇല്ല എന്നാണ്. അതുകൊണ്ട് അല്ലാഹു വിശുദ്ധ റമളാൻ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന സത്യവിശ്വാസികളെ,
രക്ഷിതാവായ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. കഴിഞ്ഞ വർഷം നമ്മളോട് കൂടെയുണ്ടായിരുന്ന എത്രയാളുകളാണ് അവരുടെ അവധി പൂർത്തിയാക്കി ഈ റമളാനിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാവാതെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയത്. അതുകൊണ്ട് റമളാനിനെ ലഭിച്ചവർ അള്ളാഹുവിനോട് നന്ദി പറയുക. വിശുദ്ധ റമളാനിലെ ഓരോ സമയങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പെയ്ത്തുകൾക്ക് വിധേയമാവുക. അങ്ങനെ നന്മകൾ ധാരാളമായി നേടിയെടുക്കുക. അള്ളാഹുവിങ്കൽ നമ്മുടെ പദവി ഉയർത്തപ്പെടുന്നതിന് നാം കാരണമാവുക. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരിൽ ഒരാൾ വഫാത്തായി. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സഹോദരനും വഫാത്തായി. അപ്പോൾ ആളുകൾ ഇങ്ങനെ വിചാരിച്ചു, ആദ്യം മരണപ്പെട്ടവനായിരിക്കും അള്ളാഹുവിന്റെ അടുത്ത് കൂടുതൽ മഹത്വമുണ്ടാവുക. കാരണം അദ്ദേഹമായിരുന്നു ധാരാളമായി ആരാധനകളും കഠിനാധ്വാനവും ചെയ്തിരുന്നത്. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വിചാരിച്ചിരുന്ന തന്റെ അനുചരന്മാരെ തിരുത്തിക്കൊണ്ട് അവരെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. ആ ആദ്യത്തെ സഹോദരൻ മരണപ്പെട്ട ശേഷം രണ്ടാമത്തെയാൾ ഒരു വർഷം കൂടി ജീവിച്ചില്ലായിരുന്നുവോ? സ്വഹാബികൾ പറഞ്ഞു, ഖാലു ബല, അതെ, തീർച്ചയായും ജീവിച്ചിരുന്നു. പ്രവാചകർ പറഞ്ഞു, വഅദ്റക റമളാന ഫസാം. ഒരു റമളാനിൽ അദ്ദേഹം ഉണ്ടാവുകയും ആ റമളാനിൽ നോമ്പെടുക്കുകയും ചെയ്തില്ലേ? സ്വഹാബികൾ അതിനും മറുപടി പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അതെ, ശരിയാണ്. ഉടനെ പ്രവാചകർ പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. ഒരു വർഷത്തെ റമളാൻ അധികം. പ്രവാചകർ പറഞ്ഞു, വഅദ്റക റമളാന ഫസാം. ഒരു റമളാനിൽ അദ്ദേഹം ഉണ്ടാവുകയും ആ റമളാനിൽ നോമ്പെടുക്കുകയും ചെയ്തില്ലേ? സ്വഹാബികൾ അതിനും മറുപടി പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അതെ, ശരിയാണ്. ഉടനെ പ്രവാചകർ പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. ഒരു വർഷത്തെ റമളാൻ അധികം ലഭിച്ചു എന്നതുകൊണ്ട് അവർ തമ്മിലുള്ള പദവികളിലെ വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള അത്രയുണ്ടാവുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാന ബിതമാമി. അല്ലാഹുവേ, വിശുദ്ധ റമളാനിനെ സമ്പൂർണമായി ഞങ്ങൾക്ക് നീ നൽകണമേ. വവഫിഖ്നാ ലിസിയാമിഹി വഖ്തിനാമി. ആ റമളാനിൽ നോമ്പെടുക്കുവാനും ഫലപ്രദമായി അതിനെ വിനിയോഗിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. എങ്ങനെയാണ് നാം അള്ളാഹുവിനോട് റമളാനിലെത്തിക്കുവാൻ പ്രാർത്ഥിക്കാതിരിക്കുക? അള്ളാഹു റമളാനിന് മറ്റൊന്നിനുമില്ലാത്ത വലിയ ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. ഏറെ കാരുണ്യം അള്ളാഹു റമളാനിൽ നമുക്കായി സംവിധാനിച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും ആ സമയത്ത് തുറക്കപ്പെടും. പ്രവാചകർ പറഞ്ഞു, ഇദാ ജാഅ റമളാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമളാനാഗതമായാൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം റമളാനിനു വേണ്ടി ഇപ്പോഴേ സന്നദ്ധരാവുക. പള്ളികളിലേക്ക് നാം നേരത്തെ പോവുക. നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനു മുന്നിൽ നാം വിനയവിധേയരാവുക. ഇമാമിനോടൊപ്പം ഇമാം നിസ്കാരം അവസാനിപ്പിക്കുവോളം നമ്മളും തുടരുക. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല. ഇമാം നിസ്കാരം അവസാനിപ്പിച്ചു തിരിച്ചു പോകുവോളം ഇമാമിനോടുകൂടെ നിന്ന് ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് ആ രാത്രി മുഴുവൻ നിന്നു നിസ്കരിച്ച പ്രതിഫലം രേഖപ്പെടും. വിശുദ്ധ റമളാനിനെ പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന സത്യവിശ്വാസികളെ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നോമ്പിന് മിമ്പറിലേക്ക് കയറിക്കൊണ്ടിരിക്കെ 3 തവണ വിശുദ്ധ പ്രവാചകർ ആമീൻ 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 എന്ന് പറഞ്ഞു. ഉടനെ ജനങ്ങളെല്ലാം പ്രവാചകരുടെ വിചിത്രമായ ഈ ആമീനിനു വേണ്ടി ശ്രദ്ധിച്ചു. അവരുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അവർ പ്രവാചകരെ വീക്ഷിച്ചു. എന്നിട്ട് സഹാബികൾ പ്രവാചകരോട് ചോദിച്ചു, എന്തായിരുന്നു പ്രവാചകരെ ഒരു പ്രത്യേകമായ ആമീൻ? പ്രവാചകർ പറഞ്ഞു, ഖാല ലീ ജിബ്രീൽ റഗിമ അൻഫു അബ്ദിൻ അദ്റക അബവൈഹി ഔ അഹദഹുമാ ലം യുദ്ഖിൽഹുൽ ജന്ന. ജിബ്രീൽ എന്നോട് വന്ന് ഇങ്ങനെ പറഞ്ഞു, വയസ്സായ മാതാപിതാക്കൾ 2 പേരുമോ അല്ലെങ്കിൽ ഒരാളോ ഉണ്ടായിട്ടും സ്വർഗം ലഭിക്കാത്തവന് സർവനാശമുണ്ടാവട്ടെ എന്നു ജിബ്രീലു പ്രാർത്ഥിച്ചു. ഞാനതിന് ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത് ജിബ്രീലു പ്രാർത്ഥിച്ചത് റഗിമ അൻഫു അബ്ദിൻ ദഖല അലൈഹി റമളാനു ലം യുഗ്ഫർ ലഹു.
റമളാൻ ആഗതമാവുകയും എന്നിട്ടും പാപമോചനം ലഭിക്കാതിരിക്കുകയും ചെയ്തവന് സർവനാശവും ഉണ്ടാവട്ടെ എന്നായിരുന്നു. അതിനും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത് ജിബ്രീൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, റഗിമ അൻഫുംരിഇൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈഹി ഫഖുൽതു ആമീൻ. പുണ്യപ്രവാചകരെ, അങ്ങയുടെ പേര് പരാമർശിക്കപ്പെടുകയും അതു കേട്ടിട്ട് അങ്ങേക്ക് സ്വലാത്തു ചൊല്ലാതിരിക്കുകയും ചെയ്യുന്നവന് സർവനാശവും ഉണ്ടാവട്ടെ, അപ്പോഴും ഞാൻ ആമീൻ പറഞ്ഞു. സത്യവിശ്വാസികളെ, റമളാനിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ നാം ഇപ്പോഴേ നിയ്യത്ത് ചെയ്യുക. സമയം കൃത്യമായി വിനിയോഗിക്കുക. മടിയും അലസതയും വേണ്ടെന്ന് വെക്കുക. നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ നാം അറിവുള്ളവരിൽ നിന്ന് പഠിക്കുക. അങ്ങനെ നമ്മുടെ കഠിനാധ്വാനം ഫലപ്രദമായി പാപമോചനം ലഭിച്ചവരായി നമുക്ക് റമളാനിനെ യാത്രയാക്കണം. നോമ്പുകാരൻ തന്റെ സമയം ചെലവഴിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കലാണ്. അത് സ്വാഭാവികവുമാണ്. കാരണം വിശുദ്ധ റമളാൻ ഖുർആനിന്റെ മാസമാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. അത് ജനങ്ങൾക്കു നേർവഴി കാണിക്കുന്നതാണ്, സത്യമാർഗം വിശദീകരിക്കുന്നതും സത്യാസത്യങ്ങളെ വേർതിരിച്ചു കാണിക്കുന്നതുമാണ്. നമ്മുടെ ഓരോ പള്ളികളിലും വിശുദ്ധ റമളാനിൽ സവിശേഷമായ പഠന ക്ലാസുകളുണ്ടാവും. വിശുദ്ധ ഖുർആനിലെ ഓരോ സൂക്തങ്ങളാണ് അവിടെ വിശകലനം ചെയ്യപ്പെടുക. നാം അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുക, ഖുർആനിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക, ആ അധ്യായങ്ങളുടെ പാഠവും അവ നൽകുന്ന സന്ദേശവും ഉൾക്കൊള്ളുക. ഫല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ ബഖിയ മിൻ ശഅബാൻ. അല്ലാഹുവേ, ശഅബാനിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്കു നീ ഐശ്വര്യം ചൊരിയണമേ. വബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ നീ റമളാനിൽ എത്തിക്കണമേ. വഅഹില്ല അലൈനാ ഹിലാലഹു ബിൽ യുംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. വിശുദ്ധ റമളാനിന്റെ പൊന്നമ്പിളി എല്ലാ ഐശ്വര്യങ്ങളും വിശ്വാസവും ശാന്തതയും സമാധാനവുമായി ഞങ്ങൾക്കു നീ ഉദിപ്പിക്കണമേ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.